സ്ഥലമല്ല മോനെ അത്. അല്ലമ്മ അങ്ങനെയല്ല, അത് ഉമ്മാനൊക്കെ നല്ലപോലെ നോക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ആക്കിയാലോ. ആയിക്കോട്ടെ മോനെ, കുഴപ്പമില്ല, ഞാൻ പോവാ. ഉമ്മ അപ്പൊ അങ്ങോട്ട് പോവാണെങ്കിലേ ഉമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവും. അവിടെ ആകുമ്പോ കുറെ ഉമ്മമാരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, അവരൊപ്പം ഇരിക്കുമ്പോഴേ ഒരു സമാധാനം കിട്ടും. ആയിക്കോട്ടെ മോനെ, കുഴപ്പമില്ല. അതെ, ചിലവര് പറയാ അമ്മ വീടാണെന്ന്, ചിലവരൊക്കെ പറയും മൃതശാലയും ആരുമില്ലാത്ത അനാഥകൾക്ക് അങ്ങനെ. അത് സാരമില്ല മോനെ, ഉമ്മാനെ കൊണ്ട് അടാക്കിക്കോ. എനിക്ക് കുറെ ഉമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, കുഴപ്പമില്ല മോനെ. മോൻ ഇടക്ക് വന്നാൽ മതിട്ടോ അമ്മാനെ ഒന്ന് കാണാൻ, മോൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാനാണ്. അല്ലമ്മ ഞാൻ അങ്ങനെ ആരില്ലാത്തത് കൊണ്ട് ആക്കണതല്ല, ഉമ്മക്ക് ഒരു സമാധാനവും ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ഇവിടെ എത്ര ദിവസം വെച്ചിട്ട് ഈ റൂമിൽ തന്നെ ഇരിക്കുക. പിന്നെ നമ്മൾ കാണിക്കാത്ത ഡോക്ടറുണ്ടാ, ഒന്നും ശരിയാവണില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഒന്നും കഴിഞ്ഞിട്ടും നമുക്ക് ശരിയാവണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തീരുമാനം എടുത്തത്. എനിക്കതിന് വിഷമമൊന്നുമില്ല മോനെ. മോൻ വണ്ടി വരാൻ പറഞ്ഞു, ഉമ്മാനെ കൊണ്ടാക്കി തന്നു, കുഴപ്പമില്ല. മോൻ വരണമെന്നൊന്നുമില്ല, വണ്ടിയിൽ കയറ്റിവിട്ടാൽ അവരവിടെ കൊണ്ട് ഇറക്കും. അത് പിന്നെ എല്ലാവർക്കും അറിയണ ഒരു സ്ഥലമാണല്ലോ. ഓട്ടോ വർത്തിച്ചിട്ട് മോൻ അവർ കയറ്റി വിട്ടു, അമ്മ പൊക്കോണ്ട്. അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉമ്മാന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് പിന്നെ വരാം. ശരി. മോളോടൊന്നും പറയണ്ടേ? വേണ്ട, നമുക്ക് പിന്നെ പറയാം. എന്തിനമ്മ കരയണ? ഏയ്